ഹലോ എവ്രി വൺ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയായിരുന്നു. അപ്പോൾ കടല രാത്രി തന്നെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വൃത്തിയായിട്ട് കഴുകി അതിലേക്ക് ഒരു സവാള, ഒരു 6 നമ്മുടെ വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തത്, പിന്നെ ജിഞ്ചർ, പിന്നെ പാകത്തിന് വെള്ളം, കടലയുടെ മുകളിൽ വെള്ളം നിൽക്കണം, പിന്നെ ഉപ്പും ചേർത്തിട്ട് പ്രഷർ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ല ഒരു കടലക്കറിയാണ്. ഇപ്പോൾ അതെല്ലാം ചേർത്ത ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു 4 വിസിൽസാണ് ഞാൻ വെച്ചത്. അപ്പോൾ കടല അവിടെ വേവിക്കാൻ വെച്ച ശേഷം ഇനി അതിന് വേണ്ട നമ്മുടെ മസാല റെഡിയാക്കാം. അപ്പോൾ എണ്ണ ചൂടായ ശേഷം ഞാൻ 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തു, പിന്നെ ഒരു സവാളയും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, കരിവേപ്പില, ഇതൊക്കെ ചേർത്ത് വഴറ്റാണ്. ഓൾറെഡി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വേവിക്കുന്ന കടലയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോഴത്തേനും കടലയൊക്കെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമ്മുടെ മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ സവാളയ്ക്ക് ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട, എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ പൊടികളാണ് കുറച്ച്, നമ്മുടെ ടേമറിക് പൗഡർ ഒരു 1/2 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഒരു 2 ടീസ്പൂൺ നമ്മുടെ കൊറിയാണ്ടർ പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും. നമ്മുടെ ബേസിക് മസാല ഐറ്റംസ് ഇത് തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം, ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോയി കിട്ടാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വേവിച്ച കടല ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കടല മാറ്റി വയ്ക്കുക, ഇത് നമുക്ക് അരച്ചെടുക്കണം, നമ്മുടെ കൂട്ടാൻ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കടലയിലും മിക്സായിട്ട് വരട്ടെ. അപ്പോൾ ഇതിവിടെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോഴത്തേനും നമ്മുടെ കടല അരച്ച് കൊണ്ടുവരാം. ഉപ്പ് പോരാ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പും ചേർത്തു. അപ്പോൾ ഇതിവിടെ നമുക്ക് ബോയിലാവുന്ന സമയത്ത് നമ്മുടെ മാറ്റി വെച്ച കടലയും ഞാൻ അരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അപ്പത്തിന് പറ്റിയ ഒരു കടലക്കറിയാണിത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കടലക്കറി വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും അരച്ച് വെച്ച നമ്മുടെ കടല പേസ്റ്റ് കൊണ്ടുവന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തിക്കനിങ് ഏജൻറ്റ്. നമ്മുടെ കടലക്കറി നല്ല തിക്കായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇനി പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര വെള്ളം ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ബോയിലാവട്ടെ. അങ്ങനത്തെ രാവിലത്തേക്കുള്ള അപ്പത്തിനുള്ള നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിനി അപ്പം ഉണ്ടാക്കി തുടങ്ങാം. എൻ്റെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്, വെളിയിലും വന്നിട്ടുണ്ട്. എല്ലാം ക്ലീനൊക്കെ ആക്കിയ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണല്ലോ. ഒഴിച്ച് അങ്ങോട്ട് ചുറ്റിക്കൊടുത്ത് അടച്ച് വയ്ക്കുക. അങ്ങനെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു അപ്പമാണ് റെഡിയായി വരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്, അപ്പവും കടലക്കറിയും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടായിരുന്നു, അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതും. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.